ദേശീയ രാഷ്ട്രീയത്തിന്റെ ചതുരംഗക്കളത്തിൽ രാഹുൽ ഗാന്ധിയുടെ വലംകൈയായി കെ.സി. വേണുഗോപാൽ നിൽക്കുമ്പോൾ അത് വെറുമൊരു പദവിയല്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ട ഭാരത് ജോഡോ യാത്രയുടെ ആസൂത്രണത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രമായിരുന്നു അദ്ദേഹം. തളർന്നുപോയ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ തിരികെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ഡൽഹിയിലെ AICC ആസ്ഥാനത്തിരുന്ന ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ ചലനങ്ങൾ നിയന്ത്രിക്കുമ്പോഴും തന്റെ വേരുകൾ ആലപ്പുഴയിലെ മണ്ണിലാണെന്ന് അദ്ദേഹം മറന്നില്ല. ഉസ്ബെക്കിസ്ഥാനിലെ അശ്വിൻ ബാബുവിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച സംഭവം ഒരു രാഷ്ട്രീയക്കാരന്റെ വെറും സഹായം മാത്രമായിരുന്നില്ല, മറിച്ച് വിദേശ മണ്ണിൽ നിസ്സഹാരായി പോകുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ യൂണിയൻ നൽകേണ്ട സംരക്ഷണ കവചം കൂടിയായിരുന്നു. എംബസി പോലും സാങ്കേതികത്തിന്റെ പേരിൽ തോറ്റുപോയപ്പോൾ കെ.സി. വേണുഗോപാൽ എന്ന വ്യക്തി തന്റെ സ്വാധീനവും വ്യക്തിബന്ധങ്ങളും ഉപയോഗിച്ചത് ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാനായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലെ താഷേക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ പഠനത്തിനായി പോയ ആലപ്പുഴ കാവുങ്ങൽ സ്വദേശി MBBS വിദ്യാർത്ഥി അശ്വിൻ ബാബുവാണ് ഹൃദയസ്തംഭനത്തെ തുടർന്ന് കുഴഞ്ഞു വീണ് തലയ്ക്ക് പരിക്കേറ്റ് മരണപ്പെട്ടത്. മരണവിവരം അറിഞ്ഞ ആലപ്പുഴ MP കൂടിയായ കെ.സി. വേണുഗോപാൽ വിഷയത്തിൽ ഉടനടി ഇടപെടുകയായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലുള്ള അശ്വിൻ ബാബുവിന്റെ സുഹൃത്തുക്കളോടും നാട്ടിലുള്ള ബന്ധുക്കളുമായിട്ടും കെ.സി. വേണുഗോപാൽ ഫോണിൽ ബന്ധപ്പെടുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം അവിടുത്തെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടു. അശ്വിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ എംബസിയോട് വേണുഗോപാൽ ആവശ്യപ്പെട്ടു. എന്നാൽ പരിമിതമായ സഹായം മാത്രമാണ് എംബസിയിൽ നിന്ന് പോലും ലഭിച്ചത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകുവാൻ എംബസി തയ്യാറായില്ല. തുടർന്ന് തെലങ്കാനയിൽ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി അശ്വിന്റെ മൃതദേഹം ഡൽഹി വരെ എത്തിക്കാനുള്ള ചെലവ് വഹിക്കാൻ മുന്നോട്ട് വന്നു. അവരുടെ സഹായത്തോടെ മൃതദേഹം ഡൽഹിയിൽ എത്തിച്ചു. ശേഷം ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കെ.സി. വേണുഗോപാൽ MP വ്യക്തിപരമായി ഏർപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കുന്ന അടക്കം പ്രതിസന്ധി നേരിട്ടതോടെ തകർന്നു നിന്ന കുടുംബത്തിന് താങ്ങായും തണലായും കെ.സി. എത്തുകയായിരുന്നു. നല്ലത് ചെയ്യുമ്പോൾ മുക്കുകയും ചെറിയ പിഴവെന്തെങ്കിലും സംഭവിച്ച വലിയ വാർത്ത കൊടുക്കാൻ കാണിക്കുന്ന മാധ്യമ പടകളുടെ ഒരു മുക്കിലും മൂലയിലും നിങ്ങൾ ഈ വാർത്ത കണ്ടു കാണാനിടയില്ല. കാരണം അവർക്ക് ധൃതി MP-മാരുടെ കുറ്റം പറയുവാനും ഫണ്ട് വിനിയോഗത്തിൽ ഇവരൊക്കെ പിന്നിലാണ് എന്നുള്ള വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കാനുമാണ്. ബജറ്റിലെ അക്കങ്ങളിൽ സഹായം പ്രഖ്യാപിക്കുന്നവർ കാണണം ഭരണയന്ത്രം ചലിക്കാത്തടുത്ത് സ്വന്തം കൈപ്പടയിൽ നിന്നും സഹായം എത്തിക്കുന്ന ഈ വലിയ മനസ്സ്. പലരും വിചാരിക്കുന്നത് അദ്ദേഹം ഒരു ഡൽഹി നേതാവ് മാത്രമാണ് എന്നാണ്. എന്നാൽ കേരള നിയമസഭയിൽ മന്ത്രിയായിരുന്ന കാലം തൊട്ട് അദ്ദേഹം നടപ്പിലാക്കിയ വികസനങ്ങൾ ഇന്നും ജനമനസ്സിലുണ്ട്. ഇന്ന് പാർലമെന്റിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് ഭരണകൂടത്തെ പിടിച്ചുലയ്ക്കാൻ ശേഷിയുണ്ട്. നോട്ട് നിരോധനം മുതൽ കർഷക സമരം വരെ എല്ലാ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കേസ് ഉയർത്തുന്ന ശബ്ദം കേരളത്തിന്റെ കൂടി ശബ്ദമാണ്. പ്രചാരണം ഇഷ്ടപ്പെടാത്ത നേതാവാണ് അദ്ദേഹം. പലപ്പോഴും മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കണ്ടില്ല എന്ന് നടിക്കുമ്പോഴും സാധാരണക്കാർ അദ്ദേഹത്തെ തേടിയെത്തുന്നു. CPM-ന്റെ സൈബർ ആക്രമണങ്ങളെയും രാഷ്ട്രീയ നീക്കങ്ങളെയും തനിക്ക് മാത്രം അറിയാവുന്ന ശാന്തതയോടെ അദ്ദേഹം നേരിടുന്നു. പ്രതിസന്ധികളിൽ തളരാതെ പോരാട്ടവീര്യം ചോരാതെ അദ്ദേഹം നിൽക്കുന്നത് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഊർജ്ജമാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്നും വളർന്നു വന്ന ഒരു നേതാവിന് മാത്രമേ അവരുടെ നോവ് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. കെ.സി. വേണുഗോപാൽ എന്ന രണ്ടക്ഷരം ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒരു വികാരമാണ്. വിമർശകർക്ക് മുന്നിൽ അദ്ദേഹം തന്റെ പ്രവർത്തികൾ കൊണ്ട് മറുപടി കൊടുക്കുന്നു.